ഹലോ, ഇന്ന് ഞാൻ ഒരു ഇഫ്താർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചീസി ബീഫ് പിസ്സ ബോട്ട്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടി ഒരു ഡോ തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അര ഗ്ലാസ് ഇളം ചൂടുവെള്ളം എടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് സൈഡായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് നമുക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് കൈവച്ച് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പഞ്ചസാരയും ഈസ്റ്റും ചൂടുള്ള മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കുറച്ച് കുറച്ചായി വെച്ച് നല്ല പോലെ ഇതൊന്ന് മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഒന്നുകൂടി നല്ല പോലെ ഒരു 10 മിനിറ്റ് അങ്ങനെ സമയത്തിൽ ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. മാവ് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് പോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ മാവ് നല്ല പോലെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 2-3 മണിക്കൂർ അങ്ങനെ മതിയാകും. അപ്പം ഞാൻ ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ബീഫ് കീമ മസാലയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ സാധാ മസാല കട്ട്ലൈറ്റിനൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ മസാലയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് കരുതി. അപ്പോൾ ഇതാ ഒരു 3 മണിക്കൂറായപ്പോൾ അതിൻ്റെ മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനായിട്ട് 4 ബോൾ ആക്കിയിട്ട് മാറ്റണം. അങ്ങനെ ഞാനത് 4 ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിത് പരത്തുന്ന സമയത്ത് പൊടികളൊന്നും ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ എനിക്ക് നല്ലപോലെ ഇത് പരത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നീളത്തിലായി വേണം പരത്തിയെടുക്കാൻ. ഇനി ഇതിന് സൈഡിലായിട്ട് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് അതൊന്ന് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. ചീസൊക്കെ ഉള്ളിലാക്കിയിട്ട് വേണം ഇതുപോലെ പ്രസ് ചെയ്തിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതാ എല്ലാ സ്ഥലവും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് കുറച്ച് ചീസൊക്കെ കണ്ടിട്ടുണ്ട്, അത് കുഴപ്പമില്ല. അപ്പോൾ നമുക്കതിന് മുകളിൽ ഇനി നമ്മുടെ ബീഫ് മസാല ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം. അങ്ങനെ ഇത് മസാലയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 2 കോർണറിലായിട്ട് നമുക്ക് ഇതുപോലൊരു ഷേപ്പ് ചെയ്തെടുക്കാം. പിസ്സ ബോട്ട് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ ഒരു ബോട്ടിൻ്റെ ഷേപ്പ് പോലെ ആക്കിയെടുക്കാം. അങ്ങനെ ഇതാ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ഒരു ചീസി ബീഫ് പിസ്സ ബോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. ഈ സമയം ഞാൻ ഓവൺ 200 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ 3
റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിന് മുകളിൽ വെച്ചിട്ട് ലാസ്റ്റാണ് ഷേപ്പാക്കിയത് എടുത്തതിന് ശേഷമാണ് ഞാൻ മസാല വെച്ച് കൊടുക്കുന്നത്. മസാല വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചീസും വെച്ച് കൊടുക്കാം. ഇതാ എല്ലാത്തിലും ചീസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡിലായിട്ടൊന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് വൈറ്റ് സിസമി സീഡിൽ നമ്മളെ വെള്ള എള്ളുണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കാം. നല്ലൊരു ഭംഗിയായിരിക്കും, അതുപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും. ഇതാ എല്ലാം പിസ്സ ബോട്ടും ഇട്ട് കൊടുത്ത് അതിന് പിന്നെ ഞാൻ ഓവനിലേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 200 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ്സ് ആണ്. അപ്പോൾ ഇതാ ചീസൊക്കെ മെൽട്ടാകുന്നത് കാണുന്നുണ്ട്. ഇത് ഞാൻ ശരിക്കും ബാങ്ക് കൊടുക്കാനാവുന്നതിൻ്റെ കുറച്ച് മുൻപായിരുന്നു ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ കൂടെ കഴിക്കാമെന്ന് കരുത്. അപ്പോൾ ഇതാ അങ്ങനെ എൻ്റെ ചീസി ബീഫ് പിസ്സ ബോട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്കിനി ഇതൊന്ന് പൊട്ടിച്ചോട്ടെ. നല്ല ചൂടുണ്ടായിരുന്നു ഇതിങ്ങനെ പൊട്ടിച്ച് കാണിക്കുന്ന സമയത്ത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു. ആ ചീസൊക്കെ മെൽട്ടായിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെയുള്ളൊരു വെറൈറ്റി റെസിപ്പി നോമ്പ് തുറക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.